അപ്പോൾ ഗുഡ് ഡേ ഗൈസ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ജർമ്മനിലെത്തിയിട്ട് 1 വർഷവും 2 മാസവും. ഞാൻ എന്തിനാണ് ജർമ്മനിലെത്തിയതെന്നല്ലേ, ഞാനിവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കിവിടെ മക്ഡൊണാൾഡ്സിൽ പാർട്ട് ടൈം ജോബും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇത്. ആയിരിക്കണം നിൻ്റെൻ്റെ അല്ലേ ഇത് തന്നെ. അതെനിക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ക്ലൈനാൻസൈഗൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഈ ജർമ്മൻസിൻ്റെ ഒരു കൾച്ചറുണ്ട്. അവർ യൂസ്ഡ് പ്രോഡക്ട്സ് ഒന്നും അവരങ്ങനെ നമ്മളെപ്പോലെ ആർക്കും കൊടുക്കാണ്ട് വീട്ടിൽ വെച്ച് നശിപ്പിച്ച് കളയുകയോ ചുമ്മാ വഴിയിൽ കളഞ്ഞിട്ട് പോവുകയോ ചെയ്യില്ല. പകരം അവരത് ക്ലൈനാൻസൈഗൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലിട്ട് ഫ്രീ ഗിവ് അവേ കൊടുക്കും. ചിലർ ചെറിയ പൈസയ്ക്ക് വിൽക്കും സാധനങ്ങൾ. എന്നാലും നമ്മളത് നോക്കിയിരുന്ന് പോയി കണ്ടുപിടിക്കും. ഇവിടെ രാവിലെ തമ്പിന് എക്സസൈസ് കൊടുക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റീൽസ് തോണ്ടിയായിരുന്നു. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ക്ലൈനാൻസിന് ഇപ്പോഴല്ല, ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതൊരു ശീലമാക്കി മാറ്റിയെന്ന് വെച്ചാൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ്. എനിക്ക് ക്ലൈനാൻസിന് വഴി തന്നെ ഒരു സൈക്കിൾ കിട്ടി, പിന്നെ നിൻ്റെൻഡോ കിട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരു ഫുട്ബോൾ കിട്ടി. എല്ലാം ഇതിന് ഒരു ഫെർഷെങ്കൻ എന്നാണ് പറയുന്നത്. ഫെർഷെങ്കൻ എന്ന് വെച്ചാൽ ഒരു ജർമ്മൻ വേർഡാണ്. ഫെർഷെങ്കൻ മീൻസ് ടു ഗീവ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് 3 മുട്ടയും ഒരു പ്രോട്ടീൻ ഷേക്കും മാത്രമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നട്ട്സും പാലും പഴവും പിന്നെ കുറച്ച് ഓട്സും, ഇതെല്ലാം കൂടി ഇട്ട് ഒരു ഷേക്കും കടിക്കും. പിന്നെ ഇതിപ്പം ജിമ്മിൽ പോകാനുള്ള പുറപ്പാടാണ്. ജിമ്മിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി സെറ്റാക്കി നമ്മളിതാ ഡോറൊക്കെ ലോക്ക് ചെയ്ത് പതുക്കെ ഇറങ്ങി. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. എനിക്ക് വന്നപ്പോഴേ ഇത് മറ്റേ നമ്മളെ കോഞ്ചുറെങ്കിലെ ആ ഒരു വീടൊക്കെ പോലെ തോന്നി. നൈസ് വീടാണ്. ഞാൻ വന്നിട്ട് എനിക്കിവിടുന്ന് മാറാനേ തോന്നില്ല. എന്തൊക്കെയോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. രാത്രി അവശബ്ദങ്ങളൊക്കെ കേൾക്കണുണ്ട്. ഹോണ്ടഡ് ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പിന്നെ ഞാനായിട്ട് ഇതാരടുത്തും പറയാൻ നിൽക്കില്ല. എന്തിനാണ് നമ്മളെ വീടിനെ പറ്റി നമ്മൾ മോശം പറയരുതല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ജിം എത്തിയിരിക്കണം ഗൈസ്. ഇതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണ ജിം, ഫിറ്റ്നസ് ലാൻഡ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 3 മിനിറ്റ് സൈക്കിളിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ കൺവീനിയൻ്റ് ആണ്. ഏത് സമയം വേണമെങ്കിലും കയറി ചെല്ലാം. പക്ഷേ 9 മണി to 10 മണി വരെ ഇടയ്ക്കായിരിക്കണം എന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ കിണിഞ്ചിപ്പോയ ട്രെയിനേഴ്സല്ല, നിലവിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ട്രെയിനേഴ്സാണ്. ഇത് അവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫ്. ഞാൻ അവളോടൊരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ചമ്മലാണ് ഗൈസ്. അടുത്തിരിക്കുന്നവന് മുഖം കാണിക്കണമെന്ന് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കണത്, ഇവരുടെ സാധാരണ ഇല്ലാണ്ട്. ഇവിടെ പിന്നെ ഡാറ്റ ആൻഡ് ഷൂട്ട്സ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. മീൻസ് ഡേറ്റ പ്രൈവസി. നമുക്ക് അവരുടെ പ്രൈവസിയിൽ അവരുടെ അനുവാദം ഇല്ലാണ്ട് കൈയടത്താൻ പറ്റത്തില്ല. ഇൻ കേസ് ഒരു വീഡിയോ എടുത്താൽ പോലും അവരത് കേസ് കൊടുക്കാനുള്ള വകുപ്പ് വരുന്നുണ്ട് അതിനകത്ത്. ഇതെൻ്റെ ജിമ്മിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന വാട്ടറാണ്. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് മാംഗോ സിട്രോൺ ഫ്ലേവർ വിത്ത് CO2. അപ്പോൾ നമ്മൾ ആ സോഡയുടെ ഒരു ഫീൽ വരും. എന്നാലും നമുക്കൊരു എനർജി കിട്ടുള്ളൂ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്കുമ്പോൾ. മന്ത്ലി 33 യൂറോയ്ക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ വെള്ളവും ഇഷ്ടംപോലെ ചായയും ഇഷ്ടംപോലെ വർക്കൗട്ടും നമുക്കിവിടെ വന്ന് ചെയ്യാം. ഇറങ്ങി പോടാവില്ലെന്ന് പറയില്ല. തിരക്കായിട്ട് നോക്കി നിൽക്കേണ്ട നാട്ടിലെ പോലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിശാലമായ ജിമ്മാണ്. ഒരു മെഷീൻ തന്നെ ഒരു 10 എണ്ണം കാണും. 10 ഒന്നും ഇല്ലാതെ തള്ളാണ്. ഏകദേശം ഒരു 2-3-4 എണ്ണങ്ങളിലൊക്കെ ആൾ വളരെ കുറവായിരിക്കും. ഇവിടെ രാവിലെ നമ്മൾ വന്നിട്ട് കുറച്ച് കഴപ്പ് കയറി ഈ സാധനം കണ്ടാൽ എനിക്ക് ചവിട്ടണം, ഇടിക്കണം, അത് കഴിഞ്ഞതേ ആദ്യമേ തന്നെ പുള്ളപ്പ് ബാറിൽ തൂങ്ങി കുറച്ച് ഹാൻഡിന് വർക്കൗട്ട് കൊടുത്ത് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതെൻ്റെ റൂംമേറ്റ് ഇടൂ. ഇവനും ഞാൻ ഒരുമിച്ചായിരുന്നു വർക്കൗട്ടിന് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിലാണ് എനിക്ക് റീൽസൊക്കെ എടുത്തിരുന്നത്. പിന്നെ സമയത്തിൻ്റെ പരിമിതികളാൽ ഞങ്ങൾ വർക്ക് ഷിഫ്റ്റും സെപ്പറേറ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ടൈമിൽ തന്നെ പോയിരുന്നു. വർക്കൗട്ട് എനിക്ക് അധികം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. വർക്കൗട്ടിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഒന്നായിരിക്കും. ഇതാണ് ഗൈസ് എൻ്റെ 2 വീക്സിലെ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ജിമ്മിൽ പോയിട്ട് നല്ല കുടവേറായിരുന്നു എനിക്ക്. ആപ്സ് ഒരു 2 എണ്ണം മേളിൽ നിന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.